Welcome back to Usha's Kuti Logam, part 3, and this is the final stall that for the Women's Day. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങി ചേച്ചിയുടെ അടുത്തു നിന്നാണ് നമ്മുടെ ലീ മെറിഡിയനിലേക്ക് പോണത്. അപ്പോൾ രാവിലെ മാർച്ച് 8 ആയിരുന്നു ഇത്. അന്ന് എനിക്കൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഏറ്റവും അടുത്തുള്ള ചങ്കമ്പുഴ പാർക്കാണ്. അപ്പോൾ അവിടുന്ന് മെട്രോ എടുത്തിട്ട് നമുക്ക് ലേ മെറിഡിയനിൽ പോയാലോ? അപ്പോൾ ലേ മെറിഡിയനിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പേട്ടയിലാണ് ഇറങ്ങി. അവിടുന്ന് പിന്നെ ഒരു ഓട്ടോ എടുക്കാൻ ഉണ്ടായത്. സോ ടു ഗോ ടു പേട്ട യു ഹാവ് ടു ജസ്റ്റ് 50 റുപ്പീസാണ് അതിൻ്റെ ആ ടിക്കറ്റ്. അതാണ് ഞാൻ കാണിക്കുന്നത്, മെട്രോ ടിക്കറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്ന് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു 9 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബട്ട് അതർവൈസ് ഇറ്റ് വാസ് വെരി ഫാസ്റ്റ്. ട്രെയിൻ മെട്രോ സ്റ്റേഷനിൽ കയറിയവർക്ക് അറിയാം എത്ര ഫാസ്റ്റ് നമ്മൾക്ക് ഓരോ സ്ഥലത്തേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. സോ ഞാനിങ്ങനെ വീഡിയോ എടുക്കായിരുന്നു. ഞാൻ കയറിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്ന് ലൈക്ക് അത്രയും കുറച്ച് റഷ് പോലെ ചെറുതായിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് സ്റ്റാൻഡിങ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയുള്ളൂ. സോ അപ്പോൾ അതുവരെ ഐ തോട്ട് ഓക്കെ ഐ വിൽ ടേക്ക് എ വീഡിയോ, കുട്ടി വീഡിയോ. ഇപ്പോൾ ഇതൊക്കെ ഷോർട്സ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ പേട്ടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ അവർ ഇങ്ങനെ ലൈക്ക് അറൈവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ വരും. സോ കുറച്ച് ഞാൻ കാണിക്കാം എന്ന് വിചാരിച്ചു. ലൈക്ക് ഒരു സ്റ്റേഷനിലേക്ക് എങ്ങനെയാണ് എത്തണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ പൊതുവേ ആൾക്കാർക്ക് അറിയാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എത്തിയിട്ടില്ല, കുറച്ചും കൂടെ സ്റ്റേഷൻ എത്തിയാലേ എൻ്റെ ആവുള്ളൂ. പക്ഷേ ഞാൻ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ഓട്ടോ എടുത്തിട്ടാണ് ലീ മെറിഡിയനിലേക്ക് എത്തി. അപ്പോൾ ഇത് ഞാൻ ഒരു ചെറിയ ഡിഫറൻസ് ഞാൻ സെറ്റ് ചെയ്തു. ഇന്നലെയും മിനിങ്ങാന്നൊന്നും സെറ്റ് ചെയ്ത പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ സെറ്റിംഗ് തന്നെ കുറച്ച് വ്യത്യാസമാക്കിയിട്ടുണ്ട്. സോ അതോടൊക്കെ ഒരു ഡിഫറൻസ് നമുക്ക് വേണമല്ലോ. പിന്നെ ഇപ്രാവശ്യം ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ മാതിരി അതേ സെയിം സെറ്റപ്പ് തന്നെയാണ്. സൂട്ട് കേസ് അടിയിൽ വെച്ച് അതൊന്ന് റൈസ് ചെയ്തു, ഹൈറ്റ് ഒന്ന് കൂട്ടി. So that products are very high, raised high, and then certain placements of things and the products are different. അപ്പോൾ ഞാൻ ബുക്സ് കാണിക്കുകയാണ്, ഞാൻ എവിടെ എന്തൊക്കെയാണ് പ്ലേസ് ചെയ്തേക്കണേ എന്നുള്ളത്. അപ്പോൾ മിക്കവരും വന്ന് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ ദിസ് ഈസ് ദ വൺ തിങ്സ്. ആദ്യം അവർ നോട്ടീസ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സാണ്. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഐ ലൈക്ക് ടു ബ്രിങ് അറ്റൻഷൻ ടു. ആൻഡ് ദെൻ ഐ ഗോ ലൈക്ക് ഫ്രം ലോ ടു ഹൈ എന്നുള്ള രീതിയിൽ. ഇങ്ങനെയാണ് ശരിക്കും എൻട്രൻസിൽ എങ്ങനെയാണ് ആ സ്റ്റോളിലേക്ക് എത്തണമെന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു എൻട്രൻസ് പോലെ ആദ്യം ഇതിങ്ങനെ ഒരു ഫ്ലെക്സ് പോലെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡോറ് തുറന്ന് നമ്മൾ ഓരോ സ്റ്റോളിലേക്ക് പോണതിന് പകരം ഞാൻ എൻ്റെ സ്റ്റോളിലേക്ക് മാത്രം കാണിക്കുകയാണ് എങ്ങനെയാണ് എന്നുള്ളത്. ശരിക്കും ആ വഴിയാണ് പോകേണ്ടത്. പക്ഷേ ഞാനിത് എൻ്റെ ഒരു സ്റ്റോളിലേക്ക് എത്തണതിൻ്റെ അവർ സൈഡിലൊരു പ്ലേ ഏരിയ പോലെ അവർ വെച്ചിട്ടുണ്ട്. P3 ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വക ഗെയിം സെക്ഷനാണ് ഇതൊക്കെ. സോ കുട്ടികളവിടെ ഓൾറെഡി രാവിലെ തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. അത് ശരിക്ക് പറയാൻ വെച്ചാൽ സ്ക്രീനിൽ നിന്നൊക്കെ മാറ്റി ഇവരാണെങ്കിൽ ബേക്കറിയാണ്, അങ്ങനെ പല സ്റ്റോളുകൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചാണ്. കോഫിയുടെ ഉണ്ട്, ഡ്രസ്സിൻ്റെ ഉണ്ട്, ചൂരിദാർ, പെർഫ്യൂം ആൻഡ് ഫൈനലി മൈ സ്റ്റോൾ. അപ്പോൾ എൻ്റെ സ്റ്റോള് ഞാൻ കാണിച്ചു തരികയാണ് ഇങ്ങനെയാണ് എന്തൊക്കെയാണ് ലൈക്ക് ഹൗ ദ വ്യൂ എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ യു ഒക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് കാർത്തികയുടെ അമ്മ ആണ്. അവർ നോട്ട്ബുക്ക് മേടിച്ചു, അച്ചപ്പം സ്റ്റോറിയാണ് അവർ മേടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വരച്ച് ഇത് ഷോർട്സൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വരയ്ക്കുകയൊക്കെ ചെയ്തു. അവിടെ ഇരുന്നിട്ട് തന്നെയാണ് വരച്ചത്. സോ സ്റ്റോൾ ഏരിയയിൽ നിന്ന് തന്നെ അത് ഇങ്ങനെ അമ്മ കളിക്കാനൊക്കെ പോയിരുന്നു. അപ്പോൾ അമ്മയ്ക്കൊരു പ്രൈസൊക്കെ കിട്ടി.
അപ്പോൾ അതിൻ്റെ ട്രോഫിയാണിത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് പാർട്ട് വാസ് ദ ഗെയിംസിൻ്റെ അവിടെ ഞാൻ ആർക്കോ സ്റ്റിക്കർ കൊടുത്തതിൻ്റെ ശേഷം ആ സ്റ്റിക്കർ കൊണ്ടുപോയി അവർ ഒട്ടിച്ചു വെച്ചു ആ ഗെയിമിൻ്റെ ഇതുമ്മേ. സോ ദാറ്റ് വാസ് വെരി അമേസിങ്. അത് ഹാപ്പി വുമൻസ് ഡേയുടെ ഒരു സ്റ്റിക്കറായിരുന്നു. പിന്നെ ഈ പിള്ളേർ വന്നിട്ട് സ്റ്റോളിൽ വന്നിട്ട് ഓരോ കുസൃതികൾ ചെയ്യുമായിരുന്നു, ഓരോ സാധനങ്ങൾ എടുത്തു നോക്കുമായിരുന്നു. ഇതെന്താ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആണ്. ദേ വർ ആക്ച്വലി പ്ലേയിങ് അറൗണ്ട് ദാറ്റ് ഏരിയ ആക്ച്വലി. എന്നിട്ട് അതേ തിരിച്ച് വന്ന് നോക്കും. ദേ വർ വെരി ക്യൂരിയസ് ആക്ച്വലി. ദേ വർ ഹാപ്പി ഓൾസോ വെൻ ദേ കെയിം ടു ദ സ്റ്റോൾ ആക്ച്വലി. ഇൻട്രസ്റ്റിംഗ്ലി ദിസ് ഗായ് കാശി മോൻ ആണ്. ആ കുട്ടിക്ക് ഈ ഗണേശൻ്റെ സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ മേടിച്ച ഞാൻ 100 രൂപ തന്നാൽ എനിക്ക് തരുമെന്ന്. എനിക്ക് പാവം തോന്നി, പാവം. ഞാൻ പറഞ്ഞു അമ്മോട് പോയി പറയൂ എന്ന് പറയട്ടെ. സോ ഹീ വെൻ ഡയറക്ട്ലി ടു ഹിസ് മോം ആൻഡ് ഇറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ്. ആ കുട്ടി ചോദിക്കണ ചോദ്യവും ഇപ്പം ഈ ഒരു പ്രായത്തിലേക്ക് ആൾക്കാർ പിള്ളേരൊക്കെ ഭയങ്കര decision making mentality is very high. So I appreciate that actually. അവരിപ്പോൾ തന്നെ they want എന്താണ് അവർക്ക് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ആവശ്യകതയുള്ളത്. they know exactly what they want. So he came back with the money and that was so cute of him. ശരിക്ക് എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ ആണ്. ഗണപതി സ്റ്റിക്കർ മേടിച്ചു ആൻഡ് ഹി ബോട്ട് ഗണപതി സ്റ്റിക്കർ. ആൻഡ് ദെൻ നെക്സ്റ്റ് ഇവർ ഡോക്ടറാണ്. അപ്പോൾ ഇവർ ദേവിയുടെ നോട്ട്ബുക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ദേ ബോട്ട് ദാറ്റ് ദേവി നോട്ട്ബുക്ക്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഷോർട്സ് എടുക്കാം എന്ന് വിചാരിച്ചു. നമ്മുടെ മിനി സ്കെച്ച് ബുക്സ് വെയർ ഹിറ്റ് ആൻഡ് സോ ഐ വാസ് ടേക്കിംഗ് എ സ്മോൾ വീഡിയോ ഓഫ് ഇറ്റ്. ഇവർ ടിൻറ്റു തോമസ്, ഇവർ ലവ് നോട്ട്ബുക്ക്, ലവ് ഓൾവേസ് സ്റ്റിക്കേഴ്സ്, സ്റ്റിക്കർ ഷീറ്റ്, പിന്നെ എംപവറിങ് വുമൺ, അവരാണ് ഇത് മേടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബിഗ് ബോസ് താരം ലക്ഷ്മി മാം അവർ നോട്ട് പാഡ് മേടിച്ചിരുന്നു. ടു ഡു ലിസ്റ്റ് നോട്ട് പാഡാണ് അവർ മേടിച്ചത്. ഇറ്റ് വാസ് അമേസിങ് ടു സീ ഹർ ഓൾസോ. പിന്നെ നമ്മുടെ ശ്രീലക്ഷ്മി മിൻറ്റി ലെമൺ നോട്ട് പാഡ്, ഇവർക്കൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു, ഓർണമെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. സോ ഷീ ബോട്ട് മൈ നോട്ട് പാഡ്. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ചെറിയ ഷോർട്സ് പോലെയൊക്കെ ഞാൻ എടുത്തു. അത് ഇവർ വി സ്വാതി, ഇവർ ഫൺ അറ്റ് വർക്ക് സ്റ്റിക്കർ ഷീറ്റ് മേടിച്ചു. ഇത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളൊരു ടീ ബ്രേക്ക് പോലെ ജ്യൂസ് കുടിച്ചു, ഓറഞ്ച് ജ്യൂസും ഒരു മഫിൻ. ഇറ്റ് വാസ് അമേസിങ് ആസ് യൂഷ്വൽ. പിന്നെ അത് കഴിഞ്ഞ് ഫോറിനർ യെച്ചി എന്നാണ് ഇവരുടെ പേര്, ഫ്രാൻസിലുള്ളതാണ്. ഇവരും മേടിച്ചു ഒരു നോട്ട്ബുക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഈ മാം ഡോക്ടറാണ്. ഇവർ സ്റ്റിക്കർ ഷീറ്റ് ലവ് ഓൾവേസ് മേടിച്ചു. പിന്നെ വരുൺ, അവർ മന്ത്ര കാർഡും മിനി സ്കെച്ച് ബുക്കാണ് മേടിച്ചത്. ഭയങ്കര ഹാപ്പി ആയി ഇവർക്ക്. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ചെറിയ ഒരു വീഡിയോ അല്ലാണ്ട് ഒരു സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ ഓപ്പോസിറ്റ് ഒരു പ്രോഗ്രാം എന്തോ നടക്കാൻ പോകുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പാണ് നിങ്ങളിപ്പോൾ ഫ്രണ്ടിൽ കണ്ടത്. സോ ഇപ്പോഴും ആൾക്കാർ ലൈക്ക് ഹൗ ലൈവായിട്ടുള്ള സംഭവങ്ങളാണ്. സോ ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് ഇൻ ബിറ്റ്വീൻ ഞാൻ എടുത്തു നോക്കിയതാണ്. ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. ഇത് നമ്മൾ കാര്യം ചെയ്യണ കാര്യം ആൾക്കാർക്ക് അത് ഇഷ്ടാവുക ആൻഡ് ഇറ്റ് ഈസ് ബീൻ അങ്ങനെ ഒരു സ്പേസും തരിക. സോ ഞാൻ ഫോട്ടോ എടുത്തായിരുന്നു, ലൈക്ക് ഫ്രം അപ്പ് എങ്ങനെയാണ്, സൈഡ് എങ്ങനെയാണ്. സോ ഐ തോട്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഇവർ എന്നിട്ട് സ്മിതയും നിത്യയും ഇവർ ആർപ്പോ നോട്ട്ബുക്കും സ്റ്റിക്കർ ഷീറ്റ്സാണ് മേടിച്ചത്. ഈ കുട്ടി സെലിബ്രിറ്റി ആണ്. ഈ കുട്ടി സ്റ്റിക്കറാണ് ഇത് മേടിച്ചത്. ഇവർ സ്റ്റിക്കർ ഷീറ്റ്സ് സിസ്റ്റേഴ്സാണ് ഇവർ. അപ്പോൾ ഇവർക്ക് 2 പേർക്കും വേണം എന്ന് പറഞ്ഞിട്ട് മേടിച്ചു. ഇവരും അതെ സ്റ്റിക്കർ ഷീറ്റ്സ്. മോസ്റ്റ് പ്രോബബ്ലി എവറി സ്റ്റിക്കർ ഇലസ്ട്രേറ്റീവ് ഒക്കെയാണ് പോയിക്കണത്, ബുക്കൊക്കെയാണ്, പിന്നെ നോട്ട് പാഡ് അങ്ങനെ. ആൻഡ് ഓഫ് കോഴ്സ് ഇതൊക്കെ ഇവർ സജിത മാം അവരും അതെ നോട്ട്ബുക്ക് മേടിച്ചായിരുന്നു. എൻചാൻറ്റഡ് ഫോറസ്റ്റ് ചേച്ചി സ്മിതി ചേച്ചി സൂര്യ സിദ്ധാന്ത നോട്ട്ബുക്കാണ് മേടിച്ചത്. ജസ്ന മാം ഈ ഒരു നോട്ട് പാഡ് പൈനാപ്പിളിൻ്റെ നോട്ട് പാഡാണ് മേടിച്ചത്. സോ ഫൈനലി ഇറ്റ്സ് എ റാപ്പപ്പ്. ആ ചേച്ചി കാർത്തിക മാം ആയിട്ട് ഒരു സെൽഫി എടുത്തു, എല്ലാം പാക്ക് ചെയ്തു, ലോബിയിലിരുന്നു. സോ ഇറ്റ് വാസ് ഫൈനൽ. സോ ഐ റിയലി എൻജോയ്ഡ് ദ ഹോൾ പ്രോസസ് ഇൻ Le Méridien. Thank you to Kani Productions and
എവ്രി വൺ. ചേച്ചി വന്നായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തു രാത്രിയിൽ. ആൻഡ് I think this stall is really, gave a good memory actually. So thank you for joining me into this kutti video. Until next time, stay tuned for Vishu collections.